പതിവ് പോലെ പുലർച്ചെ പത്രമിട്ട് വീട്ടിൽ തിരിച്ചെത്തിയ ജമീലയുടെ മക്കളാണ് നിസ്കാരപ്പായിൽ മരിച്ചു കിടക്കുന്ന ഉമ്മയെ ആദ്യം കണ്ടത്. കുട്ടികളുടെ നിലവിളി കേട്ട് ബന്ധുക്കളും അയൽവാസികളുമാണ് ആദ്യം ഓടിക്കൂടിയതും. അപ്പോഴേക്കും ഭർത്താവ് ഹമീദിനെയും വിവരമറിയിച്ചു. നിസ്കാര സമയത്ത് തലയ്ക്ക് പിന്നിൽ ഭാരമുള്ള എന്തോ കൊണ്ട് ഇടിച്ചതിൻ്റെയും കഴുത്തല്ലൊടിയും വിധം തുണികൊണ്ട് മുറുക്കിയതിൻ്റെയും സൂചന കണ്ട ഡോക്ടറാണ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നിർബന്ധിച്ചത്. ഭാര്യയ്ക്ക് ഹൃദയാഘാതം ഉണ്ടായതെന്നാണ് ഭർത്താവിൻ്റെ വാദം. അതിലയാൾ ഉറച്ചുനിന്നു. ഒടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. അതിൽ കൊലപാതകമാണെന്ന് വ്യക്തമായി. ഇതോടെയാണ് ഫോൺ വിളിക്കാനാണെന്നും പറഞ്ഞ് ഹമീദ് കടന്നു കളയുന്നത്. ഭാര്യയുടെ സംസ്കാര ചടങ്ങിൽ പോലും പങ്കെടുക്കാതെ അയാൾ ഉൾവലിഞ്ഞു. ഹമീദിൽ തന്നെയാണ് ബന്ധുക്കളും നാട്ടുകാരും സംശയിച്ചതും. ജമീലയുടെ ദുരൂഹ മരണത്തിൽ ഭർത്താവ് ഹമീദിനെതിരെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് പോലീസ് കേസ് എടുത്തെങ്കിലും നീണ്ട 22 വർഷമായി ഹമീദ് ഒളിവിലാണ്. മരിച്ചെന്നോ ജീവിച്ചിരിപ്പുണ്ടെന്നോ അറിയില്ല. എങ്കിലും സുകുമാരക്കുറുപ്പ് കഥകളെ പോലെ ഇന്നും തെളിയിക്കാൻ കഴിയാതെ ഇതും മൺമറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ. ആൻഡ് സ്റ്റൈലോഞ്ച് അരൂർ.